സുഹൃത്തുക്കളെ, നമ്മളിന്ന് നേപ്പാളിലാണ്. നേപ്പാളിൽ ഇപ്പൊ കാഠ്മണ്ഡുവിലുള്ളത്. അപ്പൊ ഇന്ന് കാഠ്മണ്ഡുവിലെ വിശേഷങ്ങളാണുള്ളത്. അപ്പൊ പതിയെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഗൈസ്. ഹായ് ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഹായ് ഹായ്. ഇന്നലെ രാത്രിയാണ് പൊക്കാറിന് കാഠ്മണ്ഡുക്ക് എത്തിയത്. ബസ്സിലാണ് എത്തിയത്. അപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഞങ്ങളിവിടെ റൂം എടുത്തത്. ഇന്നും നാളെയും ഇവിടെ ഉണ്ടാവും, കാഠ്മണ്ഡുവിൽ ഉണ്ടാവും. ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി. അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. तो बाद में बताऊंगी, शांत हो जाओ, मजाक नहीं चल रहा है ना यहाँ पे। अकेले नहीं आए ना, दूसरे भी लोग आए हैं। तो इंग्लिश में हिंदी नहीं आती बताओ ना, इंग्लिश में बताओ तो बाद में बता दूंगी ना। अभी शांत हो जाओ, मजाक नहीं चल रही है ना। ഇപ്പൊ കണ്ടില്ല ഗൈസ്, ഇത് ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂറിൽ പോവാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൽ അവര് അറേഞ്ച് ചെയ്ത് തന്നാണ്. ഇത് ഞങ്ങളുടെ ഗൈഡാണ്. ഭയങ്കര കോമഡി കണ്ടോ? നമ്മള് വല്ല വടി എടുത്തിട്ട് അടിക്കും. ഇത് നല്ല കോമഡിയാണ്. हे भगवान, you entry in yellow gate, okay? And you will here to will 35 this up. Don't okay. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പശുപതിനാഥ് ക്ഷേത്രത്തിലേക്കാണ്. നേപ്പാളിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. മാർക്കറ്റാണ് ഈ അമ്പലത്തിൽ ബേസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പൂജാ കാര്യങ്ങളും പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് അത്. ഒരുപാട് പ്രാവുകളുണ്ട് ഇവിടെ. ഫീഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. यूट्यूब के लिए थोड़ा बात बताओ. ഗൈഡ് ഇപ്പൊ ചിരിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അപ്പൊ അത് കണ്ടിട്ട് ഇവിടുത്തെ സ്ഥലത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞതാ. This is a Pashupatinath temple in God Shiva, in the most popular temple in the old Nata Nepal. Many foreigner people come and Pashupatinath only outside. They have ticket 1,000. In this only Hindu, so this people is in Tanto. This people is visiting only outside. But Indian people, Nepali people are in Hindi people is allowed this side. लाइक भी कर देना, ठीक है? अब वो बैठा देखने का मैं रिटर्न फोड़ो बैक छोड़ो ऐसे किचन फोड़ो बैक नहीं है चुप करो ना। നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ. अंदर भी फोटो अलाउड नहीं है, ठीक അടുത്ത് है? നമ്മൾ പോയത് ഗുഹേശ്വരി ടെമ്പിളിലേക്കാണ്. അവിടെ നമുക്ക് ഫോട്ടോ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നുള്ള വിഷ്വൽസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങളെല്ലാരും അടുത്ത ഡെസ്റ്റിനേഷന് അടിപൊളി സ്ഥലത്ത് പോയി. ഏറ്റവും ലാഭമായിട്ട് കുട്ടീനെ ഫ്ലൈയിങ് കിസ് കിട്ടി. അതാണ് മുഖത്തൊരു ചിരിയില്ലേ, ഇതുവരെ ഇല്ലാത്തൊരു ചിരി. बाहर से गोल परिक्रमा करना है, उसके लिए नेपाल का 100 रुपए का टिकट लगेगा. अभी पार्किंग नहीं है. അടുത്ത പോയത് കാഠ്മണ്ഡുവിലുള്ള ബുദ്ധസ്തൂപ കാണാനാണ്.
അത് കഴിഞ്ഞ് നമ്മൾ പോയത് പുത്തനിൽക്കന്ത ടെമ്പിളിലേക്കാണ്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നേപ്പാളിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുദ്ധക്ഷേത്രമായിട്ടുള്ള സ്വയംഭൂനാഥ് ക്ഷേത്രത്തിലേക്കാണ്. വളരെ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാഠ്മണ്ഡു സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ചവിട്ടുപടികൾ ഒരുപാട് കയറിയിട്ട് വേണം നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ. വാനരന്മാരുടെ ഒരു പട തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വിനോദസഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് നേപ്പാളിലെ ഈ സ്വയംഭൂനാഥ് ക്ഷേത്രം. അതിൽ പ്രത്യേക ആകർഷണം ഈ വാനരക്കൂട്ടം തന്നെയാണ്. ഞങ്ങളെല്ലാം തിരിച്ച് എടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി തിരിച്ചാക്കണം എന്നുള്ളത് കേടിൻ്റെ മാത്രം ഉത്തരവാദിത്തമായപ്പോൾ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നതാണ് ഈ കാണുന്നത്. ये ना टाइम का कोई वैल्यू नहीं है इस करके पूछो कल नहीं लग रहा है ना चलो नीचे चलो चलो टाइम नहीं है हमारा गेट എല്ലാം കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. രാത്രി ആയാലും ദർബാർ സ്ക്വയർ കാണാൻ നടക്കാം. हेलो गाइस ഹലോ ഗൈസ്, ഇവനാണ് ഗൈസ് താത്തിയത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ദർബാർ സ്ക്വയർ ആണ്. നേപ്പാളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുരാതനമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് ദർബാർ സ്ക്വയർ. ചതുർഭുജ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പുരാതന ഗോപുരം കാണാൻ ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്താറുള്ളത്.